അങ്ങനെ കള്ളന് കഞ്ഞി വെച്ചവൻ പുറത്തായി. നോക്കിക്കൂ, പുര തുറന്നു കൊടുത്തവനും കലം മേടിച്ചു കൊടുത്തവനും ഉടനെ പുറത്താവും. ഇത് കോളേജ് മുഴുവൻ കൊണ്ടൊട്ടിക്കണേ. നീ ഇവിടെ നിന്ന് എടുക്കുക. എടാ, ഇത് മുഴുവൻ തീർക്കണ്ടേ? നീ ലൈബ്രറി എടുത്തിട്ട് പോക്കോ. ഇതിവിടെ വെച്ചോ. അപ്പേട്ടാ, എനിക്കറിയാം, കൂട്ടുകാരിൽ ഒരാൾ ചതിക്കില്ലെന്നേ നിങ്ങളൊക്കെ കരുതും. അതാ നിങ്ങളുടെ മനസ്സ്. എല്ലാം നഷ്ടമായിടത്തു നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവനാണ് അരവിന്ദൻ. അവന് ഞാനും നിങ്ങളുമേ ഉള്ളൂ. നമ്മൾ കൂടി അവനെ കൈവിട്ട് കളയരുത്. പിന്നെ അവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല. രാജാ, ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവനെ സസ്പെൻഡ് ചെയ്തത്. എനിക്കും അതിൽ വിഷമമുണ്ട്. ഒന്നുമല്ലെങ്കിലും നിന്റെ കുട്ടിയല്ലടാ അവൻ. മതി സാർ, എനിക്കത് കേട്ടാ മതി. ഞാൻ സമ്മതിക്കുന്നു, അരവിന്ദൻ ദുർഗുണ പരിഹാര പാഠശാലയിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ അതെന്തിനാണെന്നറിയോ? അവൻ്റെ അമ്മയെ കൊന്ന അച്ഛനെ കുത്തിയതിന്. അച്ഛനെന്ന് സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് രക്ഷപ്പെട്ടു. 10 വയസ്സുകാരൻ 6 വർഷം ഇരുമ്പഴിക്കുള്ളിൽ. പിന്നെ അച്ഛനെ അവൻ കണ്ടിട്ടില്ല. ഞാൻ അവനെ കാണുന്നത് ജയിൽ മോചിതനായ ബാലൻ അനാഥനായി തെരുവിൽ ചുമടെടുക്കുന്നു എന്ന വാർത്തയിലൂടെയാണ്. പിന്നെ ഞാൻ അവനെ അവിടെ ഇവിടെ നിർത്തി പഠിപ്പിച്ചു. കോളേജിലായപ്പോൾ ഇവിടെയായി. പാവോ അവൻ, ആരുമില്ലാത്തവനാ. തെറ്റ് ചെയ്താൽ പോലും അവനോട് ക്ഷമിക്കേണ്ടത് നമ്മളൊക്കെയാണ്. അവനെ രക്ഷിക്കേണ്ടതും നമ്മളുടെ കടമയാണ്. സബ് ഇൻസ്പെക്ടർ വിജയൻ മുൻ വൈരാഗ്യം മൂലം അരവിന്ദനെ ഈ കേസിൽ മനഃപൂർവ്വം പ്രതിയാക്കിയെന്നാണ് ASP ഷാജൻ സി മാത്യു എനിക്ക് നൽകിയ പരാതി. ആക്ച്വലി എന്താണ് സത്യം? അരവിന്ദിനെതിരെ മൊഴി കൊടുത്ത ഷാജി തന്നെ പറ. നിനക്കെന്താടാ നാവില്ലേ? സർ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ അരവിന്ദനെ കണ്ടിട്ടേ ഇല്ല. നീ അല്ലേ പറഞ്ഞത് അരവിന്ദൻ നിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിട്ടുണ്ട്? അങ്ങനെ പറയണമെന്ന് സാറിനെ നിർബന്ധിച്ചിട്ടല്ലേ? പറയില്ല എന്ന് പറഞ്ഞപ്പോ സാറിനെ ഭിത്തിക്ക് ചേർത്ത് തൊഴിച്ചില്ലേ? സർ, now everything is clear. I'm leaving, sir. Sir, may I? Yes, take him. Sir. വൃത്തികേട് കാട്ടുന്നതിന് ഒരു അതിര് വേണം. മര്യാദകേട് കാട്ടുന്നതിനും ഒരു മര്യാദയുണ്ട്. ആവശ്യത്തിലധികം ക്രിമിനലുകളുള്ള ഒരു പൊതു സമൂഹമാണ് നമ്മുടേത്. അതിലൊരാളെങ്കിലും ക്രിമിനൽ അല്ലാതാക്കാൻ കഴിഞ്ഞാൽ അതാ പോലീസിന്റെ മിടുക്ക്. എടോ, താൻ ചെയ്യുന്നതോ ഒരു നിരപരാധിയെ ക്രിമിനലാക്കി മാറ്റി സമൂഹത്തിന് തന്നെ ഭീഷണിയാക്കി മാറ്റുകയാൽ തന്നെ പോലുള്ള പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ശാപം. എല്ലാ മാഫികളുടെയും കൂട്ടിക്കൊടുപ്പുക. അവന്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ താൻ ഈ കാക്കിടേണ്ടവനല്ല. ആരുടെയും പഴയ ബാക്ക്ഗ്രൗണ്ട് ഇനി എന്നെ കൊണ്ട് മാന്തിക്കരുത്. ഗെറ്റ് ഔട്ട്. സർ, വാടാ. അരവിന്ദ, നിങ്ങൾ ആരും എന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പേട്ടനെങ്ങനെ അപ്പേട്ട എന്നോട് ക്ഷമിക്കാൻ പറ്റിയത്? നിങ്ങളൊക്കെ തന്നെയല്ലേ വാചോടിക്കാറുള്ളത് ഞാൻ നിങ്ങളുടെ അപ്പനാണ്, ഏട്ടനാണെന്നൊക്കെ. അപ്പോ അപ്പൻ മകനോട് ക്ഷമിച്ചിരിക്കുന്നു, ഏട്ടൻ അനിയനോട് ക്ഷമിച്ചിരിക്കുന്നു. പോരെ? ഡോണ്ട് ക്രൈ, ഡോണ്ട് ക്രൈ. താങ്ക് യു സർ. അപ്പേട്ടാ, അരവിന്ദനും ക്ലീറ്റസും പ്രേമാനന്ദനൊക്കെ മറ്റന്നാളെ ഹോസ്റ്റലിൽ വിടൂ. എല്ലാവരെയും ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പേട്ടന് വരും അവരുടെ കൂടെ. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ പ്രശാന്ത്? എന്തിന്? ഒരുപക്ഷെ ഞാൻ ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും വീണ നിന്നെ തിരിച്ചറിഞ്ഞേനെ. അങ്ങനെയൊന്നുമില്ല അപ്പേട്ടാ. പിന്നെ എനിക്ക് നഷ്ടബോധമില്ല, സത്യം. ഒരു ഷോർട്ട് പീരീഡ് ആണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വീണയുമായി ഷെയർ ചെയ്ത കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്. എവിടേക്കാ അപ്പേട്ടാ? നീ ഇതല്ല ഡിസർവ് ചെയ്യുന്നത്, അതെനിക്കറിയാം. ഒരാൾ കൂടി അതറിയണം. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാൾ. ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനത് പറയും. നിന്റെ ഓരോ വാക്കും എന്നെ പേടിപ്പിക്കുന്നുണ്ട് പ്രശാന്ത്. അപ്പേട്ട എന്തൊക്കെയാ ഈ പറയണേ? അപ്പേട്ടാ, 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 അത് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ? സാരമില്ല. ഒരു മണിക്കൂർ കാത്തിരുന്നു അപ്പേട്ടൻ.
ഇത്രയും ബോറായി ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതുവരെ എന്തിനും ഏതിനും നമുക്ക് അദ്ദേഹമായിരുന്നില്ലേ കൂട്ട്. ഹലോ, അതെ ചേച്ചി, തീരുമാനിച്ചു ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ. നെക്സ്റ്റ് ഇയർ മറ്റേത് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയാലും പോകാൻ റെഡി. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ മാറ്റമില്ല ഈ തീരുമാനത്തിന്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇയർ മറ്റെവിടെയെങ്കിലും ചേരാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എനിക്ക് കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. പ്ലീസ്. ഞാനൊരു പിമ്പിനെ പോലെ നാടകം കളിച്ച് പ്രശാന്തിനെ വീണയോട് അടുപ്പിച്ചെന്നാണല്ലോ ആരോപണം. ശരിയാ, ഞാനത് ചെയ്തു. ആ പയ്യന് ആ കുട്ടിയോടുള്ള സ്നേഹം സത്യമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. സ്നേഹം എന്താണെന്ന്, ട്രൂ ലവ് എന്താണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പ്രശാന്തിനെ പോലൊരു കുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. UP സ്കൂളിൽ, ഹൈസ്കൂളിൽ, കോളേജിലുമൊക്കെ. നിങ്ങളുടെ പരിസരത്തല്ലേ കാണാമറയത്ത് അവൻ ചുറ്റിപ്പറ്റി നിന്നു. നിങ്ങൾ ഈ കോളേജിൽ ലെക്ചറായപ്പോ മറ്റൊരു കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇവിടെ വന്നു. നിങ്ങളോടൊന്ന് മിണ്ടാൻ, ഇഷ്ടമാണെന്ന് പറയാൻ. പക്ഷേ ഒന്നിനും ധൈര്യമില്ലായിരുന്നു അവന്. നിങ്ങളുടെ വിവാഹത്തിന്റെ തലേന്നാൾ പ്രപ്പോസ് ചെയ്യാൻ ഒരുങ്ങിയതാവൻ. അപ്പോ അതിന് അർഹനല്ലെന്ന് തോന്നി. അവൻ മടങ്ങി. നിങ്ങൾ ഒരിക്കലും അയാളെ കണ്ടിട്ടില്ല. എന്തിന്? ഒന്ന് നേരെ നോക്കിയിട്ട് പോലില്ല. എപ്പോഴും വഴക്ക്, ശകാരം. അതേ നിങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പ്രശാന്തിനെ സഹായിച്ചത് അയാളെപ്പോലെ പ്രശാന്തും ഒരായുസ് പാഴാക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തത് ശരിയാണ്. ഞാനത് വീണയോട് പറയാൻ പോവുക. ആക്ഷേപിച്ചു എന്നെ. തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും തോൽപ്പിച്ചോളൂ. പക്ഷേ എന്റെ കുട്ടികളെ തോൽക്കാൻ ഞാൻ വിടില്ല. ഞാൻ പറഞ്ഞിട്ടല്ല കുട്ടിയെ പ്രശാന്ത് ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെയ്തത് കുട്ടിക്കാലം മുതൽ അവൻ ഇയാളോട് പറയാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ സഹായിച്ചു. അതിന് ആത്മവിശ്വാസം നൽകി, അത്രമാത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി. ആ സൗഹൃദം പ്രണയത്തിന് വഴിമാറാം. കുറച്ചുകൂടി മുതിരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കാം. അത് നിങ്ങൾ എങ്ങനെ പരസ്പരം തിരിച്ചറിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ അതൊക്കെ നിങ്ങളും കാലവുമാ തീരുമാനിക്കേണ്ടത്. ഇതിനിടയിൽ ഞാൻ കയറി വന്നു എന്ന് കരുതി നിങ്ങളുടെ സൗഹൃദത്തിനെങ്കിലും കുറവുണ്ടാവരുത്. കാരണം പ്രശാന്ത് ഇയാളോട് കാട്ടിയ അടുപ്പം ഞാൻ സൃഷ്ടിച്ചതല്ല. അതിന് അവൻ മാത്രമാണ് ഉത്തരവാദി. അപ്പോ അപ്പേട്ടൻ പറഞ്ഞിട്ടല്ല പ്രശാന്ത് എന്റെ പുറകെ നടന്നത്? ഈ ഫോട്ടോ കുട്ടിക്കാലം മുതൽ സൂക്ഷിക്കുന്നത് ഞാനല്ല, പ്രശാന്താണ്. അതെങ്കിലും കുട്ടി വിശ്വസിക്കണം. അപ്പേട്ടാ, I'm sorry അപ്പേട്ടാ. I'm really sorry. Hey, take it easy. It's all right.